ഒരു 6-7 മാസത്തെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമായിരിക്കും ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്കൊന്ന് യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ ഒരു 2 മാസത്തേക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ നവംബറിലാറ്റും ലാസ്റ്റ് ഞാൻ ഇട്ടേന്ന് തോന്നുന്നു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് പെടുന്നത്. ഏകദേശം ഒരു 6 മാസത്തെ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ. കാരണം അത്രയ്ക്ക് ഭയങ്കര ഒരു മൈക്ക് ഗ്യാപ്പിലായിപ്പോയി. വീഡിയോ എടുക്കാനും പിന്നെ ചെയ്യാനുള്ളൊരവസ്ഥയിലൊന്നും ആയിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ചെയ്യാനായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കാണിക്കാൻ വേണ്ടി പോണത്. ഈ സാധനം തുറക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായത് കാരണം നമുക്ക് ഡിസംബറിൽ ഓപ്പൺ ചെയ്യേണ്ട സാധനം മെയ്യിലാണ് ഓപ്പൺ ചെയ്ത് യൂസ് ആക്കാനുള്ളൊരു സാഹചര്യം വന്നത്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഈ ഒരു പെർഫ്യൂം സെറ്റാണ്. ഈ ഒരു യൂഫോറിയേൻ്റെ ഈ ഒരു പെർഫ്യൂം സെറ്റ്. കാരണം ആ ഒരു ടൈമിലാണ് പ്രഗ്നൻസിയുടെ കാര്യം ഒന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കിപ്പോഴും ഒന്നും ഓർമ്മയില്ല. കാരണം സ്മെല്ലൊക്കെ അത്ര പ്രശ്നമായിരുന്നു. പെർഫ്യൂം ഇത്രയും വെറുത്ത കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇത് ഓപ്പൺ ചെയ്ത് റിവ്യൂ ചെയ്യാനുള്ളൊരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പെർഫ്യൂം സെറ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 4 സെറ്റ് പെർഫ്യൂംസാണ് വരുന്നത്. കാർട്ടൻ ലണ്ടൻ്റെ യൂഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർഫ്യൂം സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഐറ്റംസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ കമോൺ, ഓരോന്നായിട്ട് കാണിക്കാം. ഇത് സത്യം പറഞ്ഞാൽ വാങ്ങിച്ച സമയത്ത് ഞാനത് സ്മെല്ലൊക്കെ ചെയ്ത് എനിക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു മാസം ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ ഇത് യൂസാക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് പ്രഗ്നൻസിയുടെ ഈ ഒരു സ്മെല്ലിനോടുള്ള ആ ഒരു അസ്വസ്ഥതയുടെ ഒരു കാഠിന്യം മനസ്സിലായത് എനിക്ക്. അപ്പോൾ സംഭവം എനിക്ക് സ്മെല്ലൊക്കെ എല്ലാത്തിനും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു ഈ ഒരു സ്മെല്ല് വരുമ്പോഴത്തേനും. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഈ മെയ് മാസം എനിക്ക് സ്മെല്ലൊക്കെ ഓക്കെയാണ്. ഇപ്പം ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നതും ഈ ഒരു പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഈ 4 പെർഫ്യൂമുകളാണ് വന്നത് കേട്ടോ. നിലത്തുനിന്ന് പൊട്ടുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഈ 4 എണ്ണമാണ് കേട്ടോ വന്നത്. ഇതിൽ ഫസ്റ്റത്തെ വണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ്. ഇതിൻ്റെ ബോട്ടിലൊക്കെ ഈ ഒരു സൈസിലാണ് കേട്ടോ വന്നത്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസാണ്. ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റത്തെ പെർഫ്യൂം വന്നിട്ട്. ഈ ഒരു പെർഫ്യൂമിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ്. എനിക്കൊരു എന്താ പറയുക, ഒരു റോസ്, ജാസ്മിൻ, ലൈക്ക് ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ പോലത്തെ ഒരു മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന് വരുന്നത്. ബ്ലഷ് എന്നാണ് കേട്ടോ ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ എല്ലാ ബോട്ടിൽസിനും 30 ml ആണ് പെർഫ്യൂംസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു പെർഫ്യൂമിന് വന്നത്. അടുത്ത പെർഫ്യൂം വന്നിട്ട് ഇതാണ്. ഇത് ഫേൺ എന്നാണ് കേട്ടോ ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര് വന്നിട്ട്. ഇതൊരു ലൈറ്റ് ഒരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് ഈ ഒരു പെർഫ്യൂമിന് വന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും എനിക്ക് ഏകദേശം ഒരു ഫ്ലോറൽ കൈൻഡ് തന്നെ, പക്ഷെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ്. കാരണം മറ്റേതിൽ എനിക്ക് അത്ര സ്വീറ്റ്നെസ് തോന്നില്ല, പക്ഷേ ഇതിൽ എനിക്ക് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന് എനിക്ക് തോന്നിയത്. നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോഴത്തേനും ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. വലിയ രീതിയിൽ കുത്തുന്ന രീതിയിലുള്ള സ്മെല്ലൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതും അത്യാവശ്യം ഒരു മൈൽഡായിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അടുത്ത പെർഫ്യൂം വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നത് കേട്ടോ ഈ ഒരു പെർഫ്യൂമിന്. മസ്ക് എന്നാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര് വന്നിട്ട്. ഇതിന് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഒരു എന്താ പറയുക, ഓറഞ്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത്. വലിയ രീതിയിൽ ഫ്ലോറലും അല്ല, എന്നാൽ സ്വീറ്റും അല്ല, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഈ ഒരു മസ്ക്. അതുപോലത്തേക്കൊരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന് വരുന്നത്. അടുത്ത പെർഫ്യൂം വന്നിട്ട് ഇതാണ് കേട്ടോ. ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പെർഫ്യൂമിന് തന്നെ കുറച്ചും കൂടി കളറുണ്ട്. ഒരു ഡാർക്ക് ഓറഞ്ച് ആ ഒരു ഷെയ്ഡാണ് ഈ ഒരു പെർഫ്യൂമിന് വന്നത്.
ഇതിനാണെന്നുണ്ടെങ്കിലും എനിക്കൊരു സിട്രസിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഓറഞ്ച് ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ല് തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വാനിലയുടെ സ്മെല്ലും കൂടി വരുന്നുണ്ട്. ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു വാനില ഓറഞ്ച് ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ എൻ്റെ സ്മെല്ലിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. ഫസ്റ്റ് കാണിച്ച രണ്ടെണ്ണമാണ് എനിക്ക് കുറച്ചും കൂടി ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതെനിക്ക് അത്രയ്ക്ക് സ്മെല്ല് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ചെറിയൊരു കുത്തുന്ന പോലെ തോന്നി. ചിലപ്പോൾ ഇനി വാനിലയും കൂടി വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സ്വീറ്റായിട്ടുള്ള സ്മെല്ലാണെന്ന് എനിക്കിപ്പോൾ തീരെ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല ഇത്. പക്ഷെ എന്നാലും ഒരു ഫ്രഷ് ഒരു വാനില ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന് വന്നത്. അപ്പോൾ പെർഫ്യൂം യൂസ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 to 6 hours ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേർക്കുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 to 3 hours ഒക്കെ മേ ബി ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വഴിയുള്ളൂ. പിന്നെ ഞാൻ ഡെയിലി യൂസ് ആക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഫസ്റ്റത്തെ ആ 2 ഫ്രാഗ്രൻസ് ആയിരുന്നു. ഒന്ന് മറ്റേ ബ്ലഷും അതുപോലെ തന്നെ ഫേണും. അതൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്, ഒരു ഫ്ലോറൽ. എനിക്കിപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് സ്മെല്ലിനോടാണ് താല്പര്യം. അപ്പോൾ കാരണം എനിക്ക് ആ 2 പെർഫ്യൂംസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മറ്റേത് രണ്ടും നല്ലതാണ്, പക്ഷേ അതിനകത്തൊരു എന്താ പറയുക, ഒരു മധുരം കലർന്ന ഒരു മണം, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു കുത്തുന്ന ഒരു സ്മെല്ല് പോലെ എനിക്ക് തോന്നി. പക്ഷേ അതർവൈസ് അത് നല്ല ഫ്രാഗ്രൻസ് ഒക്കെ തന്നെയാണ്. ഞാൻ വേറെ കുറച്ച് പേർക്ക് അടിക്കാൻ കൊടുത്തപ്പോഴത്തേനും അവർക്ക് അത് 4ഉം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുടെ ഇതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ 2 വെച്ചിട്ട് മറ്റേത് 2ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആക്ച്വൽ പ്രൈസ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് 2490 എന്നൊക്കെയാണ്. പക്ഷേ ഞാനത് ഓഫർ പ്രൈസിൽ എനിക്ക് തോന്നുന്നു 699 എന്തോ ആയിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഫറുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് തന്നെ വാങ്ങിക്കാം. അതല്ലാന്നാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണോ ഇഷ്ടം അത് നോക്കിയിട്ട് ഒരെണ്ണം വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 8 കൊടുക്കാം. വലിയ ബിൽഡപ്പൊന്നും കൊടുത്ത് പറയാൻ രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലോങ് ലാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചത്ര എനിക്ക് തോന്നിയിട്ടില്ല. 6 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഇതാണെന്നാലും നമുക്കൊന്ന് റീഅപ്ലൈ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നി ചില സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയും നേരം തന്നെ ഇരിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം.